हरे कृष्ण। हरे कृष्णा। प्रणाम प्रभु। प्रणाम। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते, गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीशम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 78-ാമത്തെ ശ്ലോകം, 4-ാമത്തെ അധ്യായം. മധ്യലീല 4:78. ശ്രീപാദ് മാധവേന്ദ്ര പുരി, ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഭക്തൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീപാദ് മാധവേന്ദ്രപുരി. അദ്ദേഹം വൃന്ദാവനത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നം കാണുന്നു. അങ്ങനെ ഗോപാൽ അവിടെ വൃന്ദാവനത്തിലെ ഒരു കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഗോപാൽ എന്ന് പറയുന്ന ഒരു ഭഗവാൻ ശ്രീമൂർത്തി വിഗ്രഹം അവിടെയുണ്ട്. അദ്ദേഹം റിക്കവർ ചെയ്യുന്നു അല്ലേ. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു എവിടെയാണോ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആ വിഗ്രഹത്തെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം മുന്നോട്ട്. അപ്പോൾ അവിടെ അഭിഷേകം ചെയ്യുന്നു, ഭോഗ സമർപ്പിക്കുന്നു. അതൊക്കെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം. ഇഹ അനുഭവ കൈല മാധവ ഗോസായി, താരാട്ടാനി ഗോപാലേര ലുഖാന കിച്ചുനായി. യെസ്. हरे कृष्णा। प्रणाम प्रभु। इह अनुभव कैल माधव गोसाई,
ठानी ഗോപാലേര ലുക്കാന കിച്ചുനായി വർത്തന ബഷില പ്രഭുപാത് കി ജയ്. എങ്ങനെയാണ് ഗോപാലൻ ഭക്ഷണം മുഴുവൻ ഭക്ഷിക്കുകയും അതേസമയം ഭക്ഷണം അതുപോലെ അവശേഷിക്കുകയും ചെയ്തതെന്ന് മാധവേന്ദ്രപുരി അതീന്ദ്രിയമായി ദർശിച്ചു. ഭഗവത് ഭക്തന്മാർക്ക് ഗുഹ്യമായതൊന്നും തന്നെയില്ല. ഹരേ കൃഷ്ണ. ഗോപാലൻ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു, അതായത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു, മണ്ണിനടിയിലായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോപാല് കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് സ്വപ്നത്തിലും അദ്ദേഹം പറയുന്നത്. ഗോപാലന് ഭക്ഷണം കൊടുക്കുമ്പോൾ എത്ര കഴിച്ചിട്ടും ഗോപാലന് വിശപ്പ് മാറുന്നില്ല. എത്രയോ കാലത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപാല് കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം ഗോപാല് വയറ് നിറയെ കഴിക്കുന്നു. ബാക്കി അവിടെ അതേപോലെ തന്നെ പ്രസാദമായിട്ട് എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നു. അതാണ് കാണുന്നത്. ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് മനസ്സിലാവുന്നു, ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഗോപാല് കഴിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ, ഭക്ഷണം സമർപ്പിക്കുമ്പോൾ, ഭോഗം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയമായിരിക്കും അല്ലേ. കഴിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി എവിടെ വെക്കണ്ടേ? കഴിച്ചതിൻ്റെ ബാക്കി ഉള്ളത് കൊണ്ട് സംശയമാണ്. ഓക്കെ, നമ്മൾ സമർപ്പിച്ചു അതെല്ലാം തീരുന്നുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് വിശ്വാസവും ശരിയാണ്, ഭഗവാൻ കഴിക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും വെക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വെക്കുന്നതൊക്കെ ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നു, വലിയ പാത്രത്തിൽ കൊണ്ട് വയ്ക്കുന്നു, ഗോപാല് കഴിക്കുന്നു, തിരിച്ചു ഒന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കലും കൊടുക്കലും തിരിച്ചൊന്നും കിട്ടില്ലെങ്കിൽ ആരും എത്ര ആൾ ഭഗവാന് കൊടുക്കുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ധൈര്യമായിട്ട് ആളുകൾ കൊണ്ടുവയ്ക്കും. കാര്യം വെച്ച് കഴിഞ്ഞാലും ഭഗവാൻ അവിടെ തന്നെ തിരിച്ച് കഴിച്ചതിന് ശേഷം അവിടെ നോക്കുമ്പോൾ പ്ലേറ്റും നിറഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ മാധവേന്ദ്രപുരിയുടെ ഭാവം അതല്ല. ശ്രീപാദ് മാധവേന്ദ്രപുരി ശുദ്ധഭക്തനാണ്. അദ്ദേഹം ഭഗവാൻ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ബാക്കി അവിടെ വയ്ക്കുന്നു, എന്നാൽ എല്ലാവർക്കും പ്രസാദമായിട്ട് കഴിക്കാൻ വേണ്ടി. ആക്ച്വലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ചകന്തി അല്ലേ. ഇപ്പോൾ ഭഗവാന് കണ്ണുകൊണ്ട് കഴിക്കാം, കണ്ണുകൊണ്ട് നടക്കാം, കണ്ണുകൊണ്ട് എന്തും ചെയ്യാം, കണ്ണുകൊണ്ട് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കാം. പിന്നെയാണോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇവിടെ മാധവേന്ദ്രപുരി അതേ സമയത്ത് കാണുന്നുണ്ട് ഗോപാല് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കുന്നുണ്ട്, എന്നാൽ കൂട്ടത്തിൽ ബാക്കി വെക്കുന്നു ഭക്തർക്ക് വേണ്ടി. ഇതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ടിരുന്നു. ഏകദിനേന ഉദ്യോഗ അയച്ചേ മഹോത്സവ കൈല ഗോപാല പ്രഭാവേ ഹായ അന്യേന ജാനില. ഹരേ കൃഷ്ണ പ്രഭു. ഏകദിനേര ഉദ്യോഗേ ഐച്ചേ മഹോത്സവ കൈല ഗോപാല പ്രഭാവേ ഹയ അന്യേന ജാനില. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീ വെങ്കടേഷ് സഭേചരണാരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. ഈ അദ്ഭുത മഹോത്സവവും ഗോപാല വിഗ്രഹ പ്രതിഷ്ഠയും വെറും ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഏർപ്പെടുത്തിയത്. തീർച്ചയായും ഇതെല്ലാം സാധ്യമായത് ഗോപാലന്റെ പ്രഭാവത്താലായിരുന്നു. ഭക്തർക്കല്ലാതെ മറ്റാർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ഭാവാർത്ഥം: കൃഷ്ണാബോധ പ്രസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വ്യാപിച്ചിരിക്കുന്നു. 5 വർഷം. ലൗകികരായ ജനങ്ങൾ ഇതിൽ വളരെയധികം അമ്പരക്കുന്നു. കൃഷ്ണന്റെ കൃപ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ നാം മനസ്സിലാക്കുന്നു. കൃഷ്ണൻ എന്തിനാണ് 5 വർഷം വേണ്ടത്? വെറും 5 ദിവസം കൊണ്ട് തന്റെ നാമവും കീർത്തിയും കാട്ടുതീ പോലെ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ ഭഗവാന് കഴിയും. ഇക്കാര്യങ്ങൾക്കെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ അത്ഭുതകരമായി സംഭവിക്കുന്നതാണെന്ന് കൃഷ്ണനിൽ വിശ്വാസവും ഭക്തിയും ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം കേവലം ഉപകരണങ്ങളാണ്. അതിഘോരമായ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ 18 ദിവസത്തിനുള്ളിൽ അനായാസം വിജയിച്ചു. എന്തുകൊണ്ടെന്നാൽ ഭഗവത് കൃപ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര സ്ത്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മധ്യർമ്മ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെ ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും തുടർച്ചയായും
ഉണ്ടാവും. ഇതാണ് എന്റെ അഭിപ്രായം. ഭഗവത്ഗീത 18:78. നമ്മുടെ കൃഷ്ണബോധ പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ കൃഷ്ണന്റെ ആത്മാർത്ഥ ഭക്തന്മാരാകുന്ന പക്ഷം കൃഷ്ണൻ എല്ലായ്പ്പോഴും അവരുടെ കൂടെയുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്റെ ഭക്തരോട് അനുകമ്പയും അനുകൂല മനോഭാവവും ഉള്ളവനാണ്. നാം കൃഷ്ണന്റെ ആത്മാർത്ഥ ഭക്തരായി തുടരുകയും മുൻഗാമികളായ ഭക്തരുടെ ഷഡ് ഗോസ്വാമിമാരും മറ്റു ഭക്തരും ഉപദേശമനുസരിച്ച് ഭഗവത് സേവനം നിർവഹിക്കുകയും ചെയ്താൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണാർജുനന്മാർ വിജയശ്രീ ലാളിതരായതുപോലെ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനവും വിജയം കൈവരിക്കും. നരോത്തമദാസ് ടാഗോർ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ താന്തേര ചരണ സേവി ഭക്തസനേ വാസ ജനമേ ജനമേ ഹയ ഏ അഭിലാഷ. കൃഷ്ണഭക്തന്മാർ എല്ലായ്പ്പോഴും നിർബന്ധമായും ഭക്ത സമൂഹത്തിൽ കഴിയാൻ ആഗ്രഹിക്കണം. ഭക്തസനേ വാസ, അവർ കൃഷ്ണാബോധ സമിതിയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. സമിതിക്കുള്ളിൽ നാം ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങളും അവിടുത്തെ നാമവും യശസ്സും ലോകത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളെ സേവിക്കാൻ ശ്രമിക്കണം. സമിതിക്കുള്ളിൽ നാം അതിനായി ഗൗരവപൂർവം ഉദ്യമിക്കുന്ന പക്ഷം അത് വിജയപ്രദമാകും. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ഭൗതിക ബോധത്താൽ കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ കൃഷ്ണന്റെ കാരുണ്യത്താൽ സംശയഭേദമന്യേ അത് സംഭവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗോപാലിനെ കിട്ടിയതിന് ശേഷം മാധവേന്ദ്രപുരിക്ക് ഗോപാൽ തന്നെ വന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ഗോപാൽ കടന്നു വരുന്നത്. ഗോപാലിനെ കുറിച്ച് സ്വപ്നം കാണുന്നതും അദ്ദേഹത്തെ കൊണ്ടുവരുന്നതുമൊക്കെ. അതിനുശേഷം ഗോപാലിന് വേണ്ടി മനോഹരമായിട്ടുള്ള ആ ഒരു സദ്യ, ചെറിയ രീതിയിലല്ല, വലിയൊരു ഫെസ്റ്റിവലാണ്, വലിയൊരു ആഘോഷമാണ് നടത്തിയത്. ആക്ച്വലി ഇതെല്ലാം ഇവിടെ പറയുന്നു നിമിഷ നേരം കൊണ്ടാണ് എല്ലാം അറേഞ്ച് ആയത്. അതും പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടാവും, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അതായത് അവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ഗോപാലിന് വേണ്ടി പ്രസാദം കൊണ്ടുവരുന്നു, ഭോഗം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഭോഗം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ കൊണ്ടുവരുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം നടത്താൻ ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് സാധിച്ചു. അതെല്ലാം നിശ്ചയിച്ചതാരാണ്? ഗോപാലാണ്. ഇദ്ദേഹം എവിടെയും പോയി ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങോട്ട് വരുമായിരുന്നു. ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് മുന്നോട്ട്. ഇപ്പോൾ ശിലപ്രഭുപാദ് പറയുവാണ് ഭഗവാന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും, എന്തും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഇത് ആർക്കും മനസ്സിലാവില്ല, ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു ദിവസം കൊണ്ടെല്ലാം അറേഞ്ച് ചെയ്തു ഗോപാൽ. ശിലപ്രഭുപാദ് പറഞ്ഞു ഇതേപോലെ തന്നെയായിരുന്നു ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത്. വളരെ ചുരുക്കം വർഷങ്ങൾ കൊണ്ട്, സമയം കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം വരുന്നതും അത് ലോകമെമ്പാടും എത്തുന്നതും, ലോകമെമ്പാടും ഉള്ള ഭക്തരിലേക്ക് ഇത് സ്പ്രെഡ് ആവുന്നത്. ശീലപ്രഭുപാദ് 70 വയസ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അതും പോകുന്നത് ഒന്നും അറിയാത്ത അങ്ങനെയുള്ളൊരു രാജ്യത്തേക്ക്, പാശ്ചാത്യ രാജ്യത്തിലേക്ക്, അമേരിക്കയിലേക്ക്. ആകെ എല്ലാം താറുമാറായി കിടക്കുന്ന സ്ഥലം, ധർമ്മം എന്താണെന്ന് ആളുകൾക്ക് ഒന്നും അറിയാത്തൊരു സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ഇത് ആരംഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പ്രഭുപാദി പറയുന്നു 5 വർഷങ്ങൾ കൊണ്ട് അവിടെ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത്. ലോകമെമ്പാടും എത്തി, ലോകമെമ്പാടും ഹരേകൃഷ്ണ പ്രസ്ഥാനം സ്പ്രെഡായി. ഇതെല്ലാം സാധിച്ചത് ശിലപ്രഭുപാദ് ഇവിടെ പറയുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപയാണ് എന്നുള്ളത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൃപയുണ്ടെങ്കിൽ എന്തും നടക്കാം. ഇത്രയും ഈവൺ 5 വർഷം പോലും വേണ്ട, ഒരു ദിവസം പോലും വേണ്ട, ഒരു നിമിഷം മതി, ഒരു നിമിഷത്തിൽ സംഭവിക്കാം. അതാണ് ഭഗവാന്റെ മഹാകൃപ. ശീലപ്രഭുപാദ് അതുകൊണ്ട് എക്കനോളജി ചെയ്യുന്നു, ഇവിടെ പറയുന്നു നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ്, എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. നമ്മൾ സതുദ്ദേശത്തോടു കൂടിയിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ശരിക്കും മറ്റുള്ളവരുടെ, ലോകത്തിലെ എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് അതിൽ ഹിഡനായിട്ടുള്ള അജണ്ടകളില്ലാതെ, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ലാതെ, അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കാനോ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയിട്ടല്ലാതെ ശരിക്കും ഭഗവാൻ എന്താണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരിലേക്കും ഭക്തി എത്തിക്കുന്നു, ഹരിനാമം എത്തിക്കുക, എല്ലാവരും ഭക്തരായി മാറുക എന്നുള്ള ആഗ്രഹമാണ് ഭഗവാനുള്ളത്. അതിനുവേണ്ടി ആരാണോ പ്രയത്നിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി, അതേ ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ഭാവത്തോടു കൂടി, അങ്ങനെയുള്ളവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഭഗവാൻ ചെയ്തുകൊള്ളും, നമ്മൾ ഉപകരണമായി അവിടെ നിന്നു കൊടുത്താൽ മാത്രം മതി. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. കുരുക്ഷേത്ര ഭൂമിയിൽ എന്ത് സംഭവിച്ചു? അർജുനൻ നിമിത്തമായിരുന്നു. അർജുനൻ ഒന്നും ചെയ്തിട്ടില്ല. പുറമേ നോക്കുമ്പോൾ അർജുനൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ, പക്ഷെ എല്ലാം ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് എല്ലാം. അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ, ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ ശരണം പ്രാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് അവിടെ സക്സസ് ഉണ്ടാവും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പ്രഭുപാദിൻ്റെ ഈ ഹരികൃഷ്ണ പ്രസ്ഥാനം സക്സസ്ഫുൾ ആയപ്പോൾ ഒരുപാട് ആളുകൾക്ക് അസൂയ തോന്നിയിരുന്നു. കാര്യം വളരെ ചുരുക്കകാലം കൊണ്ട്, ചുരുക്ക സമയം കൊണ്ട്, അതും വിചാരിച്ച പോലെയൊന്നുമല്ല, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണത് പടർന്നത്. കാട്ടുതീ പടരുന്ന പോലെ ലോകമെമ്പാടും ഹരികൃഷ്ണ പ്രസ്ഥാനം പടരുന്നു. നാമം, ഹരിനാമവും ശ്രീമദ് ഭാഗവതും ലോകം മുമ്പോടും എത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പല ആളുകൾക്കും എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു. കാര്യം ആർക്കും അത്ഭുതം ആവും, ആർക്കും അത്ഭുതം ആവുന്ന കാര്യം നടന്നത്. 11 വർഷം കൊണ്ട് 108 അമ്പലങ്ങളും അതിനു മേലെ സെൻറ്ററുകളും എന്തൊക്കെയാണ് പ്രഭുപാദ് ചെയ്തത്. പ്രഭുപാദ് ഉള്ള സമയത്ത് തന്നെ ശരിക്കും മാജിക്കായിരുന്നു. മാജിക്ക് നടക്കുന്ന പോലെ, മാജിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് അതീന്ദ്രിയ തലത്തിലുള്ള മാജിക്. ഭഗവാന്റെ കൈകൾ അവിടെ നേരിട്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭു നേരിട്ട് അത് നടത്തി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ? പ്രഭുപാദൻ്റെ. എല്ലാവരിലേക്കും കൃഷ്ണാവബോധം എത്തിക്കണം. കാര്യം അതാണ് ചൈതന്യ മഹാപ്രഭു ആഗ്രഹിക്കുന്നത്, അതാണ് ഗുരു പരമ്പരയിലുള്ള എല്ലാ ഗുരുജനങ്ങളും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഗുരു മഹാരാജും എന്നോട് പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിത്, അവർ പറയുന്നതനുസരിച്ച്, അവരുടെ ഡയറക്ഷൻ പ്രകാരം അവരാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. ആ ഒരു ഭാവത്തിലാണ് പ്രഭുപാദ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് സക്സസ് ആയത്. ഇത് നമുക്കുള്ള വലിയൊരു പാഠമാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ കൂടുതൽ ഭക്തരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഭക്തിയിൽ വരാൻ വേണ്ടി പല ഉദ്യമങ്ങളും നമ്മൾ ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ഇതാണ് ഗുരുജനങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രഭുപാദ് ആഗ്രഹിക്കുന്നത്. അവിടെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കേമനാവണമെന്നുള്ളതോ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ, അതായത് നോർമൽ ലോകത്തുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, അങ്ങനെയല്ലാതെ ശരിക്കും അത് ഭഗവാന്റെ പ്രീതിക്കായി, ഗുരുജനങ്ങളുടെ പ്രീതിക്കായി നമ്മൾ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മൾ വെറും ഉപകരണമാണെന്നുള്ള ഭാവത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാനെയും ഗുരുജനങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വിചാരിക്കുന്നേക്കാൾ വലിയ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു സംശയവും വേണ്ട. നേരെ മറിച്ച് അതിൽ എൻ്റെ പേര് നന്നാവണം, എല്ലാവരേക്കാൾ ഫേമസ് ആവണം, എൻ്റെ ക്ലാസ്സുകളിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ 10,000 പോട്ടെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് വേണം. അങ്ങനെയൊക്കെയുള്ളൊരു ഹിഡൻ അജണ്ട പുറകിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഭാവം അത് കറക്റ്റായിട്ടുള്ളൊരു ഭാവമല്ല. എന്നാൽ എന്താണോ ഭഗവാൻ നിശ്ചയിക്കുന്നത്, എന്ത് തരുന്നു, എന്ത് ഭഗവാൻ തരുന്നു, ഫേമസ് ആക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഭഗവാന്റെ നിയോഗപ്രകാരം അത് വളരെ വിനയത്തോടു കൂടി ഹാൻഡിൽ ചെയ്യേണ്ട കേസാണ്. ഇല്ലെങ്കിൽ ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ മെർസി പോവും. പ്രൈഡ് എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും ഭഗവാൻ അംഗീകരിക്കാത്ത സംഭവമാണ്. ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അംഗീകരിക്കില്ല അത്. നേരെ മറിച്ച് എപ്പോഴും വിനയത്തോടു കൂടി നമ്മൾ ഭഗവാനെയും ഗുരുജനങ്ങളെയും പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ സക്സസ് ആവും കാര്യങ്ങളെല്ലാം. അവർ ചെയ്യും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വെറും ഉപകരണമായിട്ട് നിന്ന് കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു ഭാവത്തിലേക്ക് വരാൻ നമ്മൾ നോക്കണം. പ്രഭുപാദ് അത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും ആയത് ഹരകൃഷ്ണ പ്രസ്ഥാനം. ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മളെപ്പോലെ ഓരോരുത്തരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നന്നായി ചെയ്യുന്നുണ്ടാവും. എല്ലാം നല്ല കാര്യങ്ങളാണ്.
ഓർമ്മ വരണം നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് ഒന്ന് ഇതിനെ അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇതെല്ലാം കൂടുതൽ പ്രചരണം ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ പ്രഭുപാദ് തന്നെ പറയുന്നത് പ്രീച്ചേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഗ്രൂപ്പുകളാവട്ടെ, അല്ലെങ്കിൽ ടെമ്പിൾസ് ആവട്ടെ, പലപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്രീല രാധന സ്വാമി മഹാരാജ് ഒരിക്കൽ മനോഹരം അദ്ദേഹം പറഞ്ഞു, ആരോ ഇതേപോലെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്കോറുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത്, അനൗൺസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം, അതായത് പല ആളുകളും പല ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കോമ്പറ്റീഷനാണ് ആക്ച്വലി അല്ലേ, അതായത് ഒരു തരത്തിലുള്ള കോമ്പറ്റീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ കോമ്പറ്റീഷൻ പ്രഭുപാദ് പറയാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ കോമ്പറ്റ് ചെയ്യണം, അതായത് ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. അതായത് നല്ല രീതിയിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഇപ്പോൾ വേറൊരാൾ നന്നായി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നൊരു പ്രചോദനം നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അത് വെറുമൊരു മത്സരം, അതായത് സാധാരണ ലോകത്ത് മത്സരമേ ഉള്ളൂ അല്ലേ. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ LKG മുതൽ മത്സരങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ്. എങ്ങനെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് വാങ്ങിക്കാം, എങ്ങനെ മറ്റുള്ളവരേക്ക് മുമ്പിലേക്ക് എനിക്ക് എത്താൻ പറ്റും, ഈ ഒരു മെൻറ്റാലിറ്റിയാണ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിരുച്യതേ. അതായത് എല്ലാ ഉപാധികളും മാറ്റിവെക്കണം, അതാണ് ശുദ്ധഭക്തി. എന്നാൽ നമുക്ക് കിട്ടുന്ന ഇഞ്ചക്ഷൻ എന്താണ്? കുട്ടിക്കാലം മുതലേ ഓരോ ഡെസിഗ്നേഷൻസാണ്. ഓക്കെ, നീ കേമൻ, ക്ലാസ്സിലെ നമ്പർ 1, നമ്പർ 2, ലീഡർ, ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, ലീഡർ, അല്ലെങ്കിൽ ആ അവാർഡ്, ഈ കോമ്പറ്റീഷൻ, അത് അങ്ങനെ ഓരോ ഡെസിഗ്നേഷൻ. അത് കോളേജിൽ പോകുമ്പോൾ അതും വേറെ രീതിയിൽ. ഈ ലോകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ജോലിയുടെ മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും കോമ്പറ്റീഷനും മറ്റുള്ളവരുടേക്കാൾ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവനും. ആ ഒരു സംഭവം നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഓക്കെ, എന്തിനാണ്? മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുന്നോട്ട് വരാനോ ആയിരിക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് ഇതുപോലെ സ്കോർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മറന്നു, അതിൻ്റെ ഒരു എസൻസ് ഞാൻ പറയാം. അദ്ദേഹം പറയുന്നു, അതായത് നമ്മൾ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം പുസ്തകം, മറ്റുള്ളവരെക്കാൾ മുന്നോട്ട് വരാൻ നോക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരെക്കാൾ ഏറ്റവും പുറകിലാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ഒരു ഭാവത്തിൽ നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യുക എന്ന്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ എഫേർട്ട് എടുത്ത്, അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ എനിക്ക് പാരഫ്രൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അത് ഞാൻ വേറെ എപ്പോഴെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, നമ്മുടെ എഫേർട്ട് കംപ്ലീറ്റ്ലി ഇടുക അതിനകത്ത്. എന്നിട്ട് സ്കോർ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരെക്കാൾ താഴെ ആയാൽ മതി, സെക്കൻഡ് ആയാൽ മതി എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടായിരിക്കണം ചെയ്യണം എന്നുള്ളത്. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബെസ്റ്റ് എഫേർട്ട് എടുക്കുന്നത് നമ്പർ 1 ആവാൻ വേണ്ടിയിട്ടല്ല, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനാണ്. അപ്പം നമ്പർ 1 ആവണം എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ വരും. നേരെ മറിച്ച് നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരെ എന്നേക്കാൾ നന്നായിട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല എഫേർട്ട് വേണം, നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ അത് ഒരു മോശമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ പോലെ ആവരുത്.
ഒരു മത്സരമായി മാറരുത്. കാര്യം മത്സരം വന്നു കഴിഞ്ഞാൽ അതിൽ വൈരാഗ്യമായി, ദേഷ്യമായി, തല്ലൂടുന്ന ഒരു സ്വഭാവം വരും. അങ്ങനെ പലതും കാണും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടുതൽ കൃഷ്ണാവബോധത്തെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക, ഗുരുജനങ്ങളെ ആശ്രയിക്കുക. ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ ഇവിടെ പറയുന്നു, താന്തേര ചരണ സേവി ഭക്ത ശനേവാസ് ജനമേ ജനമേ ഹായ് ഏ അഭിലാഷ്. താന്തേര ചരണ സേവി ഭക്ത സനേവാസ് ജനമേ ജനമേ ഹായ് ഏ അഭിലാഷ്. ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നു, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ജനമേ ജന്മേ ഹേ ഏ അഭിലാഷ്. എന്താണ്? ജന്മജന്മാന്തരങ്ങൾ എനിക്കിത് ഈ ഒരു അഭിലാഷമേ ഉള്ളൂ. താന്തേര ചരണസേവി ഭക്ത സനേവാസ്. എപ്പോഴും ഞാൻ ഭക്തരുടെ ആ ഒരു നല്ല ഭക്തരുടെ ആശ്രയത്തിൽ, അവരുടെ ഒരു സംഘത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ്? മറ്റുള്ളവരെ, അതായത് നമ്മൾ ഭക്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവരെ സേവിച്ചുകൊണ്ട്, താന്തേര ചരണസേവി ഭക്ത സനേവാസ്, അവിടെ സേവനം ചെയ്യുന്നു. അതായത് ഭഗവാന്റെ ഭക്തരെ, ശുദ്ധഭക്തരെ, വൈഷ്ണവരെ സേവനം ചെയ്യുക എന്നുള്ളത്, എപ്പോഴും അവരുടെ ചരണങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ ജന്മജന്മാന്തരങ്ങളുടെ അഭിലാഷം. അപ്പോൾ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഇത് ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? ഭക്ത സനേവാസ്. നമ്മളെപ്പോഴും ഭക്തരുടെ വാസം അല്ലെങ്കിൽ ഭക്തരുടെ കൂടെ ഉണ്ടാവണം. ആ ഒരു എല്ലാവരും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് വേണം. പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും സഹകരണത്തോടു കൂടി ഒരുമിച്ച് അവിടെ ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ സേവിക്കുക, അതേപോലെ ഭഗവാന്റെയും ആചാര്യന്മാരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവിടെ സെൻറ്റർ ആയിട്ടുള്ള പോയിൻ്റ് ഭഗവാനാണ്, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ഉപകരണമാണ് എന്നുള്ളൊരു ഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അവിടെ പേഴ്സണൽ അജണ്ടകൾ കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും ഇത് ഫെയിലായി പോകുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. ആച്ചമന ദിയദില വിടക സഞ്ചയ ആരതി കറിലെ ലോകെ കരേ ജയ ജയ. ഹരേ കൃഷ്ണ. ആചമന ദിയാദില വിടക സഞ്ജയ ആരതി കരില ലോകെ കരേ ജയ ജയ. വർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ. ശ്രീ മാധവേന്ദ്രപുരി ഗോപാലന് ആചമന ജലവും ചവയ്ക്കാൻ താമ്പൂലവും നൽകി. പിന്നീട് ആരതി നിർവഹിച്ചപ്പോൾ എല്ലാ ജനങ്ങളും ജയ ജയ എന്നീ ധ്വനികൾ മുഴക്കി. ഹരേ കൃഷ്ണ. അപ്പോൾ വിപുലമായിട്ടുള്ള ഭോഗ കഴിച്ചതിന് ശേഷം ഗോപാലനെ വാ കഴിപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് താമ്പൂല കൊടുക്കുന്നു. അതിനുശേഷം ആരതി ചെയ്യുന്നു. എല്ലാവരും ജയ ജയ, എല്ലാവരും സ്തുതിക്കുന്നു ഗോപാലനെ. ശയ്യകരില നൂതന ഖാട്ട ആനന നവവസ്ത്ര ആയി താര ഉപരെ പതിയ. ഹരേ കൃഷ്ണ പ്രഭു. ശയ്യാകരൈല നൂതന ഘട ആനായ നവവസ്ത്ര ആനി താര ഉപരേ പതിയ. വർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ശയനത്തിനായി മാധവേന്ദ്രപുരി പുതിയൊരു മഞ്ചം കൊണ്ടുവന്നു. അതിനു മുകളിൽ പുതിയ വസ്ത്രം വിരിച്ച് ശയ്യ തയ്യാറാക്കി. ഹരേ കൃഷ്ണ. ഗോപാലിന് കിടക്കാൻ വേണ്ടിയിട്ട് പുതിയ കിടക്ക കൊണ്ടുവന്നു, കട്ടിലും കിടക്കയും കൊണ്ടുവന്നു. എന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കിടക്കയെല്ലാം, സോഫ്റ്റായിട്ടുള്ളൊരു ബെഡെല്ലാം അറേഞ്ച് ചെയ്തു. ആർക്ക് കൊടുക്കാനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഗോപാലിന് വേണ്ടി. തൃണ താട്ടി ദിയാചാരി ദിക് അവരില ഉപരെ തേ ഏക താട്ടി ദിയ അച്ഛാടില. ഹരേ കൃഷ്ണ. തൃണാട്ടാടി ദിയാചാരി ദിക് അവരില ഉപരെ തേ ഏക താടി ദിയ അച്ഛാദില. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ശയ്യയുടെ 4 വശവും പുൽപ്പായ കൊണ്ട് മറച്ച് ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു. അപ്രകാരം അവിടെ ഒരു കിടക്കയും അതിനെ മറയ്ക്കാനായി ഒരു പുൽപ്പായയും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. പുൽപ്പായ കൊണ്ട് ബെഡിനെ എല്ലാം മറച്ച് അവിടെ താൽക്കാലികമായിട്ടുള്ളൊരു അമ്പലം പോലെ ഉണ്ടാക്കി. കാര്യം ഗോപാലിനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം.
ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ശ്രീപാദ് മാധവേന്ദ്രപുരി. പുരി ഗോശായിയ ആജ്ഞാദില സകല ബ്രാഹ്മണേ ആബാല വൃദ്ധ ഗ്രാമേർ ലോകകരഹ ഭോജനെ. ഹരേ കൃഷ്ണ പ്രഭു. പൂരി ഗോസായി ആജ്ഞാദില സകല ബ്രാഹ്മണേ ആബാല വൃദ്ധ ഗ്രാമേര ലോകകരാഹ ഭോജനെ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭഗവാനെ വിശ്രമത്തിനായി കിടക്കയിൽ ശയിപ്പിച്ചതിന് ശേഷം മാധവേന്ദ്രപുരി ഭോജനം തയ്യാറാക്കിയ ബ്രാഹ്മണരെ എല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഇപ്പോൾ ആബാല വൃദ്ധം ജനങ്ങൾക്കും സമൃദ്ധമായി ഭക്ഷണം നൽകുക. ഹരേ കൃഷ്ണ. ഭഗവാനെ ഉറക്കിയതിന് ശേഷം, റെസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ശ്രീപദ് മാധവേന്ദ്രപുരി എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു, പ്രസാദം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരെയും വിളിച്ചു കൊണ്ട് പറഞ്ഞു, ഇനി എല്ലാവർക്കും ഭോഗം കഴിഞ്ഞു, ഭഗവാൻ കഴിച്ചു, പ്രസാദം ഭഗവാൻ തന്നു, തിരിച്ച് ഇനി എല്ലാവർക്കും അത് കൊടുക്കുക, വിതരണം ചെയ്യാൻ പറയുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കൂ എന്നാണ് പറയുന്നത്. सबे वसी क्रमे क्रमे भोजन करीला ब्राह्मण ब्राह्मणी गणे गणे आगे काओ एला. हरे कृष्ण. सबे वसी क्रमे क्रमे भोजन करीला ब्राह्मण ब्राह्मणी गणे आगे खावो याईला. വർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും ഭോജനത്തിനായി ഇരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. ആദ്യം ബ്രാഹ്മണർക്കും ബ്രാഹ്മണ പത്നിമാർക്കും പ്രസാദം നൽകപ്പെട്ടു. ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ്. വർണ്ണാശ്രമ സമ്പ്രദായ പ്രകാരം ബ്രാഹ്മണർ എല്ലായ്പ്പോഴും ആദ്യം ആദരിക്കപ്പെടുന്നു. അപ്രകാരം ഉത്സവത്തിൽ ബ്രാഹ്മണർക്കും അവരുടെ പത്നിമാർക്കും ആദ്യം പ്രസാദം നൽകി. അതിനുശേഷം മറ്റുള്ളവർക്കും ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതാണ് എപ്പോഴത്തെയും രീതി. ജാതി ബ്രാഹ്മണർ ബ്രാഹ്മണ യോഗ്യതകൾ ഉള്ളവരല്ലെങ്കിൽ പോലും ഭാരതത്തിൽ ഇന്നും ഈ സമ്പ്രദായം പ്രാബല്യത്തിലുണ്ട്. വർണ്ണാശ്രമ സമ്പ്രദായത്തിന്റെ നിയമവ്യവസ്ഥകൾ മൂലം ഇത് ഇപ്പോഴും നിലനിൽക്കും. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. അവിടെ ആളുകൾ അവിടെയുള്ള എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നു. ഇവിടെ പറയുന്നു, ആദ്യം ബ്രാഹ്മണർക്കും ബ്രാഹ്മണ പത്നിമാർക്കും ബ്രാഹ്മണിമാർക്കുമാണ് ആദ്യം പ്രസാദം കൊടുക്കുന്നത്. ശിലപ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, വർണ്ണാശ്രമ ധർമ്മപ്രകാരം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ബ്രാഹ്മണർക്ക് ആദ്യം കൊടുക്കുക, ബ്രാഹ്മണരും ബ്രാഹ്മണികളും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം പ്രസാദം കൊടുക്കുക, അതിനുശേഷം ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ആ ഒരു ക്രമത്തിലാണ് സാധാരണ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് ജനറലായിട്ടുള്ളൊരു വർണ്ണാശ്രമ സിസ്റ്റമാണ്. അപ്പോൾ നമുക്കും ഇത് ഫോളോ ചെയ്യാം. നമ്മുടെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ പ്രസാദം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ടെങ്കിൽ, സീനിയർ ആയിട്ടുള്ള ഭക്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആദ്യം പ്രസാദം സെർവ് ചെയ്യാൻ നോക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് സീനിയർ ആയിട്ടുള്ള ഭക്തർ അവർ വളരെ വിനയത്തോടു കൂടിയിട്ട് ചിലപ്പോൾ അവർ സെർവ് ചെയ്യാൻ വരും ആദ്യം. അത് സാധാരണ കാണാറുണ്ട്. പക്ഷേ ജനറലി നമുക്ക് പറ്റുമെങ്കിൽ അവർക്ക് പ്രസാദം ആദ്യം കൊടുക്കാൻ, ഓണർ ചെയ്യാൻ ഉള്ളത് നമ്മൾ എപ്പോഴും നോക്കണം, സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക്. ആ ഒരു സിസ്റ്റം ആക്ച്വലി ആദ്യം മുതലേ വർണ്ണാശ്രമ ധർമ്മത്തിലുള്ളതാണ്. ബ്രാഹ്മണർക്ക് അവിടെ വർണ്ണം അനുസരിച്ചിട്ടാണ്, ബ്രാഹ്മണരാണ് ഹൈ ക്ലാസ് അല്ലേ, അതിനുശേഷം ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ആ ഒരു ലെവലിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ എന്നാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകളുണ്ട്. അവിടെ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കാണാം. ചിലപ്പോൾ മഹാപ്രഭു തന്നെ എല്ലാവരെയും ഇരുത്തി, ഭക്തരെ എല്ലാവരും ഇരുത്തി മഹാപ്രഭു പ്രസാദം സെർവ് ചെയ്യും. അപ്പോൾ മഹാപ്രഭു പ്രസാദം സെർവ് ചെയ്യാൻ നിൽക്കുമ്പോൾ സ്വരൂപ് ദാമോദർ പ്രഭുവും അല്ലെങ്കിൽ അദ്വൈത പ്രഭുവും അവരെല്ലാവരും പറയും, അങ്ങ് ഇരുന്നില്ലെങ്കിൽ ഇവരാരും കഴിക്കില്ല. അത് നമ്മളിനി കാണും മുന്നോട്ട്, ഗുണ്ടിച്ച മാർജനത്തിൻ്റെ അവിടെയും അതുപോലെ വേറെ അവസരങ്ങളിലും. മഹാപ്രഭുവിനോട് അവർ പറയും, അങ്ങ് ആദ്യം കഴിച്ചില്ലെങ്കിൽ ഇവരാരും കഴിക്കാൻ പോകുന്നില്ല. അവരെ പിടിച്ച് ഇരുത്തിയോണ്ട് കാര്യമില്ല, അവർ കഴിക്കില്ല. അങ്ങ് ഇരിക്കും ആദ്യം, എന്നിട്ട് മഹാപ്രഭുവിനെ ഇരുത്തും. അദ്വൈതാചാര്യ, നിത്യാനന്ദ പ്രഭു, അങ്ങനെ സീനിയർ ആയിട്ടുള്ളവരെയൊക്കെ അവരെ ഇരുത്തി മഹാപ്രഭുവിൻ്റെ അപ്പുറത്തൊക്കെ ഇരിക്കും. പിന്നെ അവർ കഴിക്കും. അവർ കഴിച്ചതിന് ശേഷം മറ്റുള്ളവർ അതിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു ജനറലായിട്ടുള്ള ഒരു വൈഷ്ണവ എറ്റിക്കേറ്റാണ്. സീനിയർ ആയിട്ടുള്ളവർക്ക് നമ്മൾ ആദ്യം സെർവ് ചെയ്യുക എന്നുള്ളത്. അന്യഗ്രാമേര ലോകയത ദേഖിത്തെ ആയില ഗോപാല ദേഖിയ സഭ പ്രസാദ ഖൈല.
ഹരേ കൃഷ്ണ പ്രഭു. അന്യഗ്രാമൈരലോകയത देखी आईला ഗോപാല देखिया സഭ പ്രസാദ ഖായില. വിവർത്തനം ബൈ ഹിസ്റ്ററി ഇംഗ്ലീഷ്. അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോവർദ്ധന ഗ്രാമത്തിലെ ജനങ്ങൾ മാത്രമല്ല മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങളും പ്രസാദം ഭക്ഷിച്ചു. അവരും ഗോപാലനെ ദർശിക്കുകയും അവർക്കും പ്രസാദം നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതെല്ലാം നടക്കുന്നത് ഗോവർദ്ധനിലാണ്. ഗോവർദ്ധൻ ഗ്രാമം ശ്രീ ഗോവർദ്ധൻ ഗിരിരാജ് ഗോവർദ്ധനുള്ള ഗ്രാമത്തിലാണ്. ഇതെല്ലാം ഗോപാലനെ കുറിച്ച് പറയുന്നത് ഗോവർദ്ധനിലെ ഗോപാലനാണ്. അപ്പോൾ അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രമല്ല മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും എല്ലാവരും, കാര്യം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന ആളുകൾ കൂടുതൽ. ശ്രീപാദ് മാധവേന്ദ്രപുരി ഒന്നും ചെയ്തിട്ടില്ല, ഗോപാലനെ പുറത്ത് കൊണ്ടുവന്നു മാത്രം. ബാക്കി എല്ലാം ചെയ്യുന്നത് അവിടെയുള്ള ആളുകളെല്ലാം അതിനുവേണ്ടി ആ ഗ്രാമത്തിലുള്ളവരും പുറമെയുള്ള ഗ്രാമത്തിലുള്ളവരും അകലെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പറയുന്നു ഗോവർദ്ധനവാസികളും അതേപോലെ മറ്റുള്ള ഗ്രാമങ്ങളിലുള്ളവരും ഒക്കെ പ്രസാദം കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഹന്തായ മദ്രിരബല ഹരിദാസവർയോ യദ്രാമകൃഷ്ണചരണസ്പർശ പ്രമോദ മാനം തനോതി സഹഗോ ഗണയോസ്തയോർയത് പാണീയസൂയവസ കന്ദര കന്ദമൂലൈ. ഗോവർദ്ധൻ്റെ സ്തുതിയാണ്. देखिया पूरीर प्रभाव लोके चमत्कार पूर्व अन्नकूट येन हैल साक्षात्कार. ഹരേ കൃഷ്ണ. देखिय पुरीर प्रभाव लोके चमत्कार पूर्व अन्नकूटायेन हैल साक्षात्कार. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരിയുടെ സ്വാധീനം കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അത്ഭുത സ്തബ്ധരായി. പണ്ട് കൃഷ്ണന്റെ കാലത്ത് നടത്തിയ അതേ അന്നക്കൂട ഉത്സവം ഇപ്പോൾ മാധവേന്ദ്രപുരിയുടെ കാരുണ്യത്താൽ വീണ്ടും നടക്കുകയാണെന്ന് അവർ കണ്ടു. ഭാവാർത്ഥം. മുൻപ് ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ വൃന്ദാവനത്തിലെ എല്ലാ ഗോപന്മാരും ദേവേന്ദ്രനെ ആരാധിക്കാൻ തയ്യാറായി. പക്ഷേ കൃഷ്ണന്റെ ഉപദേശത്തെ തുടർന്ന് അവർ ഈ ആരാധന ഉപേക്ഷിക്കുകയും പകരം ഗോക്കളെയും ബ്രാഹ്മണരെയും ഗോവർദ്ധനഗിരിയെയും ആരാധിക്കുകയും ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻ സ്വയം വിസ്തരിക്കുകയും ഗോവർദ്ധനഗിരി ഞാനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഗോവർദ്ധനഗിരിക്കായി സമർപ്പിക്കപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഉപചാരങ്ങളും കൃഷ്ണൻ സ്വീകരിച്ചു. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ 10, 24, 26, 31 മുതൽ 33 വരെ പ്രസ്താവിച്ചിട്ടുണ്ട്. പച്യന്താം വിവിധ പാക സുപാന്ത പായസാദയ സംയാവാപൂപശഷ്കുല്യ സർവോദഹശ്ച ഗുഹ്യതാം കാലാത്മന ഭഗവതാ ശക്രദർപ്പം ജിംകാ സദാ പ്രോക്തം നിശമ്യ നന്ദാദ്യ സ്വാധ്യ ഗൃണ്ണന്ത തദ്വചഃ തഥാച യഥതു സർവം യഥാഹ മധുസൂദനഃ വാചായിത്വസ്വസ്ത്യയനം തദ്ദ്രവ്യേണ ഗിരിദ്വിജാൻ ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃദായവ സംഗവാം ബോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രു പ്രദക്ഷിണം. യജ്ഞത്തിന് വേണ്ടി ശേഖരിച്ച ധാന്യങ്ങളും നെയ്യും കൊണ്ട് വളരെ ഹൃദ്യമായ വിവിധതരം ഭോജനങ്ങൾ തയ്യാറാക്കുക. ചോറും പരിപ്പും ഹൽവയും പക്കോടയും പുരിയും കൂടാതെ പായസം, കൊഴുക്കട്ട, സന്ദേശ്, രസഗുള, ലഡു തുടങ്ങിയ പാലിൽ നിന്നുള്ള എല്ലാത്തരം വിഭവങ്ങളും തയ്യാറാക്കുക. സ്വർഗലോകങ്ങളുടെ പരമനിയന്താവായ ഗർവിഷ്ഠനായ ദേവേന്ദ്രനെ ശകാരിക്കുന്നതിനായി ഇന്ദ്രന് വേണ്ടിയുള്ള യജ്ഞം അവസാനിപ്പിക്കാനും പകരം ഗോവർദ്ധന പൂജ ആരംഭിക്കാനും കൃഷ്ണൻ ഗോപന്മാരെ ഉപദേശിച്ചു. വിശ്വസ്തരും ലാളിത്യമുള്ളവരുമായ ഗോപന്മാർ നന്ദമഹാരാജാവിന്റെ നേതൃത്വത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം നടപ്പാക്കുകയും ചെയ്തു. അവർ ഗോവർദ്ധന പൂജ നടത്തുകയും ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് നന്ദമഹാരാജനും ഗോപന്മാരും പണ്ഡിതരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി വേദമന്ത്രങ്ങളുടെ ഉച്ചാരണത്തോടെ ഗോവർദ്ധനഗിരിയെ ആരാധിക്കുകയും പ്രസാദം സമർപ്പിക്കുകയും ചെയ്തു. വൃന്ദാവനവാസികൾ ഒത്തുചേർന്ന് അവരുടെ ഗോക്കളെ അലങ്കരിക്കുകയും അവയ്ക്ക് പുല്ലു നൽകുകയും ചെയ്തു. ഗോക്കളെ മുന്നിൽ നടത്തിക്കൊണ്ട് അവർ ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം ചെയ്യാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. ഹരിബോൾ. ശ്രീപാദ് മാധവേന്ദ്രപുരി അവിടെ അന്നക്കൂട്ട് ആ ഒരു ആഘോഷം കൃഷ്ണൻ ഉള്ള സമയത്ത്
ചെയ്തിട്ടുണ്ടായിരുന്ന ഗോവർദ്ധന പൂജ നടന്ന പോലെ തന്നെ ഇവിടെ അന്നക്കൂട്ട ചെയ്യുന്നു. ആരാണ് ചെയ്യുന്നത്? മാധവേന്ദ്രപുരി. അപ്പോൾ ആ ഒരു സംഭവം ഭഗവാൻ ഉള്ള സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു ലീല, ഗോവർദ്ധന ലീല ഭാഗവത്തിൽ പറയുന്നു. അതിനുശേഷം പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവരുന്നത് ശ്രീപാദ് മാധവേന്ദ്രപുരിയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഗോപാലിനെ കൊണ്ടുവരുന്നു. ഗോപാൽ പുറത്തു വരുന്നു. അതിനുശേഷം ശ്രീപാദ് മാധവേന്ദ്രപുരി അറേഞ്ച് ചെയ്യുന്നു. അന്നക്കൂട്ട പോലെ വിപുലമായിട്ടുള്ള ഭോഗ ഭഗവാന് ഗോപാലിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് പിന്നീട് അന്നക്കൂട്ട, ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിലും അന്നക്കൂട്ട ഗോവർദ്ധന പൂജ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ട്രെൻഡ് ആക്ച്വലി ഭഗവാൻ ഉള്ളപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നു ശ്രീപാദ് മാധവേന്ദ്രപുരിയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള നമ്മളെല്ലാവരും. ഇവിടെ മനോഹരമായിട്ട് ഉള്ള ലീലയാണ് ഗോവർദ്ധന ലീല. അവിടെ ഗോവർദ്ധനെല്ലാം ഇവരെ സമർപ്പിക്കുന്നു. ഭഗവാൻ പറയുന്നു, കൃഷ്ണൻ പറയുന്നു അവർക്ക് ഗോവർദ്ധൻ എല്ലാം കൊടുക്കാൻ അല്ലേ. ഇവിടെ പറയുന്നു എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, ഭഗവാൻ പറയുന്നതാണ്. അതായത് എല്ലാം നെയ്യിൽ ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, ബാക്കി കറികളെല്ലാം ഉണ്ടാക്കണം, ഹൽവ ഉണ്ടാക്കണം, പൊക്കോട ഉണ്ടാക്കണം, പൂരി ഉണ്ടാക്കണം, പിന്നെ അതുപോലെ സ്വീറ്റ്സ് കുറേ പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാൻ, ഗിരിരാജന് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഒരു സദ്യ എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനപ്പുറത്ത് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് നന്ദ മഹാരാജ് അന്ന് ചെയ്തത്. അതിനുശേഷം പിന്നെ അതായിരുന്നു അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. കൃഷ്ണൻ പറഞ്ഞിട്ട് എല്ലാ വർഷവും അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ശ്രീപാദ് മാധവേന്ദ്രപുരി അത് ഒന്നും കൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു, അതൊന്നും കൂടെ കൊണ്ടുവരുന്നു. അതേപോലെയുള്ളൊരു ആഘോഷമായിരുന്നു അവിടെ ഗോപാലിൻ്റെ കൂടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശീലപ്രഭാത് ആ ഒരു ശ്ലോകങ്ങൾ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഗോവർദ്ധന പൂജ നടത്തിയത് എന്നുള്ളത്. എന്തായാലും ഭാഗവതത്തിൽ അത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരെല്ലാവരും ബ്രാഹ്മണരും അതായത് മറ്റുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന വൈശ്യരും ഇവരുടെ ഗോപന്മാരും എല്ലാവരും കൂടി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ രീതിയിലും അവിടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം ഇവിടെ പറയുന്നു ഗോവർദ്ധന പർവ്വതം അവരെല്ലാവരും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഗിരിരാജ് പരിക്രമ നടത്തുന്നുണ്ട്. ഇതും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചെയ്യണമെന്നുള്ളത്. നമ്മളെല്ലാവരും പരിക്രമ ചെയ്യും. ഗോവർദ്ധൻ പശുക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പുറകിൽ ഇവരെല്ലാവരും കൂടെ ഗോവർദ്ധന പരിക്രമവും ചെയ്യുന്നു. അപ്പോൾ ഗോവർദ്ധന പരിക്രമ വ്രജവാസികൾ അന്ന് മുതലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. गिरिराज गोवर्धन की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण. हरे कृष्णा. थैंक यू प्रभु. प्रणाम प्रभु. हरे कृष्ण. हरे कृष्ण. നല്ല ക്ലാസ്സായിരുന്നു. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. प्रणाम. ओके. हरे कृष्णा प्रभु जी. हरे कृष्णा. हरे कृष्ण. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും നന്ദി പറയുന്നു. വേറെ ചോദ്യങ്ങളും ഷെയർ ചെയ്യാനൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം. ജയ കൃഷ്ണ പ്രഭുജി. യെസ് പ്രഭുജി കൊച്ചിയിൽ ക്ലാസ് എടുക്കുന്നില്ലേ? അത് ഏത് സമയത്താണ്? ഭഗവത്ഗീത സ്പെഷ്യൽ ക്ലാസ്, ചൈതന്യ ചരിതാമൃതം, ഇതൊക്കെ പ്രഭുജി നേരിട്ട് കൊച്ചിയിലും കൂടി എടുക്കുന്നുണ്ട് എന്ന് ഞാൻ വീഡിയോയിലൂടെ കണ്ടതാണ്. വീഡിയോ പിന്തുടരുന്ന ഒരാളും കൂടിയാണ്, അത് കാരണം ചോദിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ പുതിയ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയേക്കണു. ഇംഗ്ലീഷ് ക്ലാസ് ശനിയാഴ്ച കാലത്താണ്. അത് ഇവിടുത്തെ കുറച്ച് ഡിവോട്ടീസിന് അത് കാലത്താണ്. ചൈതന്യ ചരിതാമൃതം വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. വ്യാഴാഴ്ച എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ചയാണ്. അത് കുറച്ചായി, ഇപ്പോൾ 2 വർഷത്തോളമായി ഞങ്ങൾ ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. ഇപ്പോൾ ആദിലയിലെയാണ്, ആദിലയിലെ 7ാമത്തെ അധ്യായമായിട്ടുള്ളൂ. നമ്മൾ
ഓരോ ശ്ലോകം വായിച്ച് പർപ്പോട്ട് വായിച്ച് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് അപ്പൊ ആ പോകും. വ്യാഴാഴ്ച തന്നെയാണോ ഈ സ്പെഷ്യൽ ക്ലാസ് ഭഗവത്ഗീതയുടെ കുറെ എടുത്തേക്കണതും ഓരോ ഭഗവത്ഗീത ശ്ലോകം ബേസ് ഭഗവത്ഗീത ചൊവ്വാഴ്ചയാണ് എടുക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഭഗവത്ഗീത. ചോദിച്ചതേ ഉള്ളൂ. പ്രഭുജിയെ നേരെ കിട്ടിയപ്പോൾ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയതാണ്. നോ പ്രോബ്ലം. വ്യാഴാഴ്ചയാണ് ചൈതന്യ ചരിതാമൃതം. ആ. കൊച്ചി ഇസ്കോണിൻ്റെ കൊച്ചി സെൻറ്ററാണ് നമ്മൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വർഷമായി തുടങ്ങിയിട്ട് 7ാമത്തെ അധ്യായം ദില്ലിയിലെയാണ്. സോറി, ദില്ലിയിലെയാണ്. ഉവ്വ് ഉവ്വ്. ഓക്കെ. 7 മണി സമയത്ത് ഇപ്പോൾ 7 മണിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് മാസമായതുകൊണ്ട്, കാര്യം മറ്റുള്ള സർവീസസ് ആളുകൾക്കുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ 7:30ക്കാണ് പതിവ്. ഇപ്പോൾ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച മുതൽ 7 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 2 പ്രാവശ്യമായി ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യം അവസരം കിട്ടാത്താരും ചോദിക്കാതിരുന്നതാണ്. പ്രഭുവിന് ആ ഇൻട്രസ്റ്റ് വീഡിയോ കൂടെയാണ് ഇപ്പൊ ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഭു. അതുകൊണ്ടാണ് ചോദിച്ചത്. നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. പ്രഭുവിന് ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. എല്ലാ ആഴ്ചയും ഒരേ ലിങ്ക് തന്നെയാണ്. ആ ആ താങ്ക് യു. കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും പ്രഭുജി? പ്രഭുജി തിരുവനന്തപുരത്താണോ ഉള്ളത്? അല്ല പ്രഭുജി, ഞാൻ പെരുമ്പാവൂരാണ്. ആണോ? ഓക്കെ, എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ശരി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത ഒരാളാണ്. കാരണം ശാരീരികമായി വയ്യായ്ക കൊണ്ട് അത് കാരണം വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെ ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഇത് നോക്കാൻ വേണ്ടി, സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ പ്രഭുജിയുടെ ലിങ്ക് എനിക്ക് യാദൃശ്യമായിട്ട് ഈശ്വരൻ കൊണ്ടുവന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ അതിൽ പിന്തുടരാൻ തുടങ്ങിയ. ഓക്കെ, പ്രഭുവിന് ഒരുപാട് നന്ദി പ്രഭുവിനോട് പറയുന്നു. പ്രഭു ഇത്രയും പ്രഭുവിന് വയ്യാതെയായിട്ടും പ്രഭു ഭഗവാന്റെ കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് പ്രഭു ചെയ്യുന്നു. ഇത് തന്നെ ഒരുപാട് ഇൻസ്പിറേഷനാണ് നമുക്കെല്ലാവർക്കും. ഭഗവാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാർത്ഥത ആണ് ഭഗവാൻ നോക്കുന്നത്. ആ ഒരു ഭാവം പ്രഭുവിൻ്റെ ഉള്ളിൽ അത് കാണുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. ജപമാല ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റേ കൗണ്ടിങ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല. കിടന്ന ജപിക്കുന്ന കാലത്തെ 5 മണിക്ക് നെറ്റിട്ട് കിടന്ന ജപിക്കുന്നത്. അപ്പൊ ഒരു മാല ജപിച്ച് കഴിയുമ്പോൾ ഒരു ടോക്കൺ മാറ്റി വയ്ക്കുക. അങ്ങനെ ടോക്കൺ ഉപയോഗിച്ചാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രഭുവിൻ്റെ ഈ ആത്മാർത്ഥതയാണ്. നമുക്കിവിടെ ആരോഗ്യം ഉണ്ടായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ സിൻസിയറിറ്റി ഇല്ല. സോ തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനയും പ്രഭുവിന് വേണ്ടി ഒരുപാട്. ഹരേ കൃഷ്ണ. എന്തായാലും പ്രഭുവിൻ്റെ ഫോൺ നമ്പർ എൻ്റെ നമ്പർ ഞാൻ പ്രഭുവിന് അയച്ചു തരാം. പ്രഭു അതിൽ 9061 എഴുതാൻ പറ്റുമോ? ഞാൻ എഴുതിയെടുക്കാം. ഞാൻ ഇതിന് മറ്റൊരാളെ വിളിച്ചിട്ടൊക്കെ വേണം. മനസ്സിലായി. പ്രഭുവിന് വേണ്ടി ഞാൻ റെഡിയാണ് എഴുതാൻ. ഞാൻ പ്രഭുവിൻ്റെ അവസ്ഥ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞോളൂ. 9061 61 34 34 988 988. 9893. ഓക്കെ, ശരി. മെസ്സേജ് അജിത് കുമാർ. ശരി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം പ്രഭുജി, ഇങ്ങനെ ഒന്ന് ബന്ധപ്പെടാൻ സാധിച്ചല്ലേ. ഭഗവാൻ എത്തിച്ചു തന്ന ഒരാളാണ്. എന്തായാലും പ്രഭു പറ്റുന്ന രീതിയിൽ പ്രഭുവിനെ എങ്ങനെയാണ് ഭഗവാൻ നാമം ജപിക്കാനുള്ളൊരു അവസരം തരുന്നത്, ആ അവസ്ഥയിൽ പ്രഭു നല്ല രീതിയിൽ ചെയ്യൂ. ഭഗവാൻ ആ രീതിയിൽ ഇപ്പോൾ ഞാൻ നിലവിലെ കാലത്ത് 20 മാല, വൈകിട്ട് ഒരു 4 മാല, അങ്ങനെ 24 മാല ജപിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, പ്രഭുപാദരുടെ മറ്റുള്ള പുസ്തകങ്ങള് ഇതെല്ലാം പിന്തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം ഇസ്കോൺ തിരുവനന്തപുരത്ത് ഒന്ന് പോകാൻ സാധിച്ചു. ഗിരിരാജ് പ്രഭുജിയായിരുന്നു. ഓക്കെ, എന്തായാലും പ്രഭു അങ്ങനെ കണ്ടിന്യൂ ചെയ്യൂ. ഭഗവാൻ അനുഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്നു പ്രഭുവിന് വേണ്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു.